നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ വെല്ലുവിളിച്ചവള് തന്നെ ഇപ്പൊ സഹായം ചോദിക്കുന്നു. അഹങ്കാരി. അയാൾ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. എന്തുപറ്റി? ഇനി വിളിക്കേ. അയാൾ വീണ്ടും ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനർത്ഥം വന്ദനയോട് ഫോണിൽ സംസാരിക്കാൻ പോലും അയാൾക്ക് താല്പര്യമില്ലെന്നാ. ഒരു കാര്യം ഉറപ്പായി, വന്ദനയുടെ സംശയം അസ്ഥാനത്തല്ല. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് വിക്രം തന്നെ ആയിരിക്കാനാണ് സാധ്യത. ആ ഫോണും തന്നെ. മറ്റൊരു നമ്പർ കാണുമ്പോ അയാൾ ഫോൺ എടുക്കാൻ സാധ്യതയുണ്ട്. എത്ര? ഞാൻ വന്ദനയാണ്. എന്താ, വന്ദനയുടെ ശബ്ദം ഫോണിൽ കൂടെ കേൾക്കുന്നത് പോലും വിക്രം സാറിന് ഭയമായി തുടങ്ങിയോ? നിങ്ങൾ ചെയ്തത് ഒരു ചെറ്റത്തരാണോ? ഇത്തിരി പോന്നൊരു കുട്ടിയെ തട്ടിയെടുത്തിട്ടാണോ ആണത്തം കാണിക്കുന്നത്? മര്യാദയ്ക്ക് എന്റെ ദിയമോളെ തിരിച്ചു തന്നേക്കണം. അപ്പൊ ദിയമോളെ ഞാൻ തട്ടിയെടുത്തു എന്നാണോ ആരോപണം? നല്ല കാര്യായി. വന്ദനെ, ദിയമോളെ ഞാൻ തട്ടിയെടുത്തിട്ടുമില്ല, എനിക്കതിന്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് അത്തരം തെറ്റിദ്ധാരണയൊക്കെ കളയൂ വന്ദന ചേച്ചി. തെറ്റിദ്ധാരണയല്ല, എനിക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ നിങ്ങൾ ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത് മറന്നുപോയോ? അയ്യോ, അത് ദിയമോളെ ഉദ്ദേശിച്ചിട്ടല്ല. ദിയമോള് മാത്രമല്ലല്ലോ വന്ദന ചേച്ചിക്ക് പ്രിയപ്പെട്ടവര്. വിക്രം, മര്യാദയ്ക്ക് എന്റെ ദിയമോളെ തിരിച്ചു തരുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ മറ്റൊരു രൂപം കാണേണ്ടി വരും. വന്ദനെ, ഞാൻ ദിയമോളെ കിഡ്നാപ്പ് ചെയ്തിട്ടില്ലെന്ന് വീണ്ടും വീണ്ടും തറപ്പിച്ചു പറയുന്നു. അഥവാ ഞാൻ തട്ടിയെടുത്തു എന്നാണ് നിന്റെ വിശ്വാസമെങ്കിൽ നീ അങ്ങ് വിശ്വസിച്ചോ. എന്റെ കസ്റ്റഡിയിൽ നിന്ന് നീ ദിയമോളെ പിടിച്ചെടുത്തോ, ഞാൻ നിന്നെ വെല്ലുവിളിക്കാം. ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അവൾ എന്റെ മോള. നീ ഏത് കോട്ടയ്ക്കുള്ളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും അവളെ ഞാൻ തേടി വന്നിരിക്കും. ഓക്കേ, നമുക്ക് കാണാം. കാണാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.